തൃശൂരിൽ ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശിയായ ധൻപത് നായിക്കാണ് മരണപ്പെട്ടത്. ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരും ഇവിടെ ഇടപാടിനെത്തിയവരും ഇതര സംസ്ഥാനക്കാരാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് അസം, ഒഡീഷ സ്വദേശികളായ 2 സ്ത്രീകളും 4 പുരുഷന്മാരും ഉൾപ്പെടെ 6 പേരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇക്കഴിഞ്ഞ ജൂൺ 18 രാത്രി 10 മണിയോടെ തൃശൂർ കോരപ്പത്ത് ലൈനിലുള്ള ഒരു വീട്ടിലായിരുന്നു സംഭവം നടന്നത്. കൊല്ലപ്പെട്ട ധൻപത് നായിക്കും ഇതര സംസ്ഥാനക്കാരായ 2 സുഹൃത്തുക്കളും ചേർന്ന് ലൈംഗിക ആവശ്യത്തിനായാണ് ഈ വീട്ടിലെത്തിയത്. മൂവരും തൃശൂർ MG റോഡിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരാണ്. ഇവിടെ എത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് ഇവർ പണത്തെ ചൊല്ലി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തർക്കം രൂക്ഷമായതോടെ ലൈംഗിക ഇടപാട് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരായ 8 അംഗ സംഘം മൂവരെയും വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഇടിവള ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനത്തിന് ശേഷം അവശരായ മൂവരെയും പ്രതികൾ തന്നെ കാറിൽ കയറ്റി കോട്ടപ്പുറത്തുള്ള ഇവരുടെ താമസ സ്ഥലത്ത് ഇറക്കി വിടുകയായിരുന്നു. പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഭയന്ന് ആദ്യഘട്ടത്തിൽ ഇവർ ചികിത്സ തേടാൻ തയ്യാറായില്ല. എന്നാൽ പിറ്റേ ദിവസം പരിക്കുകൾ ഗുരുതരമായതോടെ മൂവരും ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ തലയിലുണ്ടായ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് പുലർച്ചെയാണ് ധൻപത് നായക് മരിച്ചത്. കേസിൽ 8 അംഗ സംഘത്തിലെ 6 പേരെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളിൽ ഒരാൾ ഇതിനോടകം ആസാമിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. 8ാമത്തെയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.